നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ 11 ദിവസം ജയിലിലായിരുന്ന പ്രതി PP ദിവ്യയ്ക്ക് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം. ADM കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകളുണ്ടെന്നും ആരോപണം നല്ല ഉദ്ദേശത്തിലെന്നും വാദിച്ച പ്രതിഭാഗം യാത്രയയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കോടതിയിൽ സമ്മതിച്ചിരുന്നു. അതേസമയം PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചതെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും മഞ്ജുഷ പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും കണ്ണൂർ ജില്ല വിട്ട് പോകാൻ പാടില്ലെന്നുമുള്ള വ്യവസ്ഥകളോടെയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും PP ദിവ്യയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആളുകളുടെ ജാമ്യത്തിലാണ് PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് CITU നേതാവ് മലയാലപ്പുഴ മോഹനൻ ആവശ്യപ്പെട്ടു. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പാമ്പിനായി അപേക്ഷ നൽകിയ പ്രശാന്തൻ്റെ പരാതി വ്യാജമാണോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു. ADM മരിച്ച ശേഷമാണ് ഇവർ പരാതിക്കത്ത് ഉണ്ടാക്കിയതെന്നും അതിലെന്താണ് അന്വേഷണമില്ലാത്തതെന്നും മോഹനൻ ചോദിച്ചു. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് PK ശ്രീമതി. ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് പാർട്ടി പരിശോധിച്ചുവെന്നും അപാകതകളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടിയെടുത്തതെന്നും എന്നാൽ ഏതൊരാൾക്കും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നും PK ശ്രീമതി പറഞ്ഞു. പാലക്കാട് LDF സ്ഥാനാർത്ഥി P സരിനു വേണ്ടി പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു PK ശ്രീമതിയുടെ പ്രതികരണം. PK ശ്രീമതി നടത്തിയ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരാളെ കൊന്നിട്ട് ജാമ്യം ലഭിക്കുമ്പോൾ സന്തോഷമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുകയെന്നും അവർക്ക് ജാമ്യം കിട്ടിയത് സന്തോഷമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ വരുന്നവർക്ക് പാലക്കാട്ടെ ജനത മറുപടി പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. PP ദിവ്യയെ കാണാൻ ജയിലിലേക്കെത്തി CPM നേതാക്കൾ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളുമാണ് ജയിലിലെത്തിയത്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്ന് ബിനോയ് കുര്യൻ പറഞ്ഞു. ബിനോയ് കുര്യനൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥും ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. PP ദിവ്യയെ CPMൻ്റെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയ നടപടിയിൽ വിശദീകരണവുമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദിവ്യ CPM കേഡറാണെന്നും കേഡറെ കൊല്ലാൻ അല്ല തിരുത്താനാണ് നടപടി സ്വീകരിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദിവ്യയ്ക്ക് ഒരു തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമെന്നും ദിവ്യക്കെതിരായ നടപടികൾ ജില്ലാ കമ്മിറ്റി എടുക്കുമെന്നും അതിനെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി തന്നെ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കളക്ടർ അരുൺ K വിജയനെ പ്രതിരോധത്തിലാക്കി കളക്ടറേറ്റ് ജീവനക്കാരുടെ നിർണായക മൊഴി. കളക്ടറുമായി നവീൻ ബാബു അത്ര നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. നവീൻ ബാബു കണ്ണൂരിൽ ADM ആയി ജോലിയിൽ പ്രവേശിച്ച ദിവസം അരമണിക്കൂർ വൈകിയെത്തിയതിന് കളക്ടർ മെമ്മോ നൽകിയിരുന്നുവെന്നും ഞായറാഴ്ച പോലും ഡ്യൂട്ടിക്ക് കയറാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും ജീവനക്കാർ അറിയിച്ചു. കളക്ടറുമായി സംസാരിക്കാൻ പോലും നവീന് താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്നും ജീവനക്കാരുടെ മൊഴിയിലുണ്ട്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. കേസ് തള്ളണമെന്ന റഫറൽ റിപ്പോർട്ട് തള്ളുകയായിരുന്നു. തെളിവുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരാണ് കേസിലെ പ്രതികൾ. മലയാളി താരം സാജു ജോൺസന്റെ മിന്നും പ്രകടനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 61 റൺസിൻ്റെ തകർപ്പൻ ജയം. സഞ്ജുവിൻ്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇന്ത്യ പടുത്തുയർത്തിയ 203 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ 141 റൺസിന് ഓൾ ഔട്ടായി. 10 സിക്സും 7 ഫോറും ഉൾപ്പെടെ 50 പന്തിൽ 107 റൺസ് എടുത്ത സാജു സാംസന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കൂറ്റൻ വിജയം സമ്മാനിച്ചത്. 2020 തുടർച്ചയായി കളികളിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടവും സാജു സാംസൺ ഈ പ്രകടനത്തിലൂടെ സ്വന്തമാക്കി. ഇതോടെ 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. കോടതി മുറിയിലെ തൻ്റെ അവസാന ദിനവും പൂർത്തിയാക്കി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സുപ്രീം കോടതി പടിയിറങ്ങി.
ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കുന്ന കാലത്ത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറഞ്ഞ അദ്ദേഹം ഇടയ്ക്ക് വികാരാധീനനാവുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളി തർക്കത്തിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ കേൾക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജി KV വിശ്വനാഥൻ പിന്മാറി. അഭിഭാഷകനായിരുന്നപ്പോൾ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജികൾ കൈകാര്യം ചെയ്തിരുന്നതുകൊണ്ടാണ് ജസ്റ്റിസ് വിശ്വനാഥൻ ഹർജി കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. ട്രോളി ബാഗ് വിവാദത്തിൽ പാലക്കാട് CPMൽ രണ്ടഭിപ്രായം. നീല ട്രോളി ബാഗിൽ UDF സ്ഥാനാർത്ഥി കുഴൽപ്പണം കടത്തിയെന്ന വാദം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടർച്ചയായി ഉന്നയിക്കുകയും അതിന് ബലം കിട്ടാൻ ട്രോളി ബാഗ് ഉൾപ്പെടെ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്യുമ്പോൾ ട്രോളി ബാഗ് വിവാദം ട്രാപ്പാണെന്ന് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്. CPMന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരമെന്ന് ആണെന്നും ജനകീയ വിഷയങ്ങളും വികസന പ്രശ്നവുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്നും കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടെത്തട്ടെയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതേസമയം പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം പെട്ടിപ്രശ്നത്തിൽ മാത്രം ഒതുക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വ്യക്തമാക്കി. സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് അപ്രധാനമായ കാര്യങ്ങൾ CPM കൊണ്ടുവരുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. CPM കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അവർക്കു തന്നെ തിരിച്ചടിയായി എന്നും മന്ത്രി MP രാജേഷും അളിയനും ചേർന്ന് ഒരുക്കിയ തിരക്കഥയായിരുന്നു പാതിര നാടകമെന്ന് എല്ലാവർക്കും ബോധ്യമായെന്നും VD സതീശൻ പറഞ്ഞു. പെട്ടി ചർച്ച ചെയ്യാൻ വന്നവർക്ക് തന്നെ പെട്ടി ദൂരത്തേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നതെന്നും സ്വയം പരിഹാസ്യരായി നിൽക്കുകയാണ് CPM നേതാക്കൾ എന്നും അദ്ദേഹം പരിഹസിച്ചു. പാലക്കാട് പാതിര റെയ്ഡിലും കള്ളപ്പണ വിവാദത്തിലും പോലീസ് മൗനം തുടരുന്നു. CPM ജില്ലാ സെക്രട്ടറി SPക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും തനിക്ക് ലഭിച്ച പരാതി കളക്ടർക്ക് കൈമാറിയിട്ടും തുടർ നടപടിക്ക് വകുപ്പില്ലെന്ന നിലപാടിലാണ് പോലീസ്. ദിവ്യയുടെ ജാമ്യ ഹർജി വിധി പകർപ്പ് പുറത്ത്. സ്ത്രീ എന്ന പ്രത്യേക പരിഗണന നൽകിയെന്നും കുടുംബനാഥയുടെ അസാന്നിധ്യം കുടുംബത്തിൽ പ്രയാസം സൃഷ്ടിക്കുമെന്നും വിധി പകർപ്പിൽ പറയുന്നു. ഇനിയും കസ്റ്റഡിയിൽ വേണമെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആയില്ലെന്നും വിധിയിൽ പറയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.